യേശുവേ നിൻ പാദസേവ എന്നാശയേ അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവ എന്നാശയേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥ ഞാൻ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥ ഞാൻ. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവ എന്നാശയേ. ജീവനറ്റ പാപിയെന്നിൽ ജീവൻ പകർന്ന യേശുവേ. ജീവനറ്റ പാപിയെന്നിൽ ജീവൻ പകർന്ന യേശുവേ. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവ എന്നാശയേ. 145 സങ്കീർത്തനം 18 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ വരച്ചു കാട്ടുന്നതായൊരു ചിത്രം നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവത്തെയാണ്. നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നവനായ ഒരു ദൈവത്തെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം എത്രമാത്രം ഉന്നതനാണ്, അപ്രമേയനാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ സർവശക്തനും സർവവ്യാപിയുമായ സകലത്തിൻ്റെ ഉടമസ്ഥനായ ഈ കർത്താവ് എത്രമാത്രം ഉന്നതനാണ്. അവിടുത്തെ മഹത്വം ഏറ്റവും വലുതാണ്. അത്രമാത്രം മഹത്വധാരിയായ ഈ സർവവല്ലഭത്വമുള്ളവനായ ഈ കർത്താവ് കേവലം സൃഷ്ടികളായ മനുഷ്യരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് എത്രമാത്രം അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ദൈവം എപ്പോഴും മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ അരികിലേക്ക് അവിടുന്ന് അടുത്തു വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. അവിടുന്ന് താൻ സൃഷ്ടിച്ചതായ മനുഷ്യൻ്റെ അരികിലേക്ക് വന്നു. ആ മനുഷ്യനോട് കൂടെ സമയം ചെലവഴിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കർത്താവ് ആദമിനെയും ഹവ്വയെയും തേടി അവരുടെ അരികിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് മനുഷ്യൻ ഓടി ഒളിച്ചു എന്നാണ്. കാരണം കർത്താവിൻ്റെ അരികിൽ നിൽക്കുവാൻ അവന് സാധ്യമല്ലായിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നു പോകുവാനായിട്ട് ശ്രമിച്ചു. കാരണം അവൻ പാപിയായി തീർന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഓടി അകന്നു പോയതായ മനുഷ്യനെ തേടി കർത്താവ് അവൻ്റെ അരികിലേക്ക് വീണ്ടും വരുന്നതായ കാഴ്ചയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം കാണുന്നത്.
പഴയ നിയമകാലത്ത് ഈ വലിയവനായ ദൈവത്തെ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. നാം വായിക്കുന്നുണ്ട്, പലപ്പോഴും ഇസ്രായേൽ ജനം പറഞ്ഞു, ഇത്രമാത്രം വലിയവനായ ദൈവത്തെ ഞങ്ങൾ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് ഈ ദൈവത്തെ ഭയമാണ്. കാരണം ദൈവം കൊടുത്ത നിയമപ്രകാരമല്ലാതെ കർത്താവിൻ്റെ അരികിൽ ചെന്ന എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോയി. അതുകൊണ്ട് ആ ദൈവത്തെ പഴയ നിയമ ആളുകൾക്ക് ഭയമായിരുന്നു. എന്നാൽ നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ കാണുന്നത് നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് വന്ന വലിയവനായ ദൈവത്തെയാണ്. ദൈവം സ്വർഗോന്നതികളെ വെടിഞ്ഞിട്ട് ഈ താണഭൂമിയിലേക്കൊരു മനുഷ്യനായി ജന്മമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്, നമ്മെ തേടി വരികയാണ്, നമ്മുടെ അരികിലേക്ക് വരികയാണ്. അതേ സംബന്ധിച്ച് നാം ഈ സങ്കീർത്തന ഭാഗത്ത് വായിക്കുകയാണ്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. സത്യമായി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ആരാണോ അവർക്ക് സമീപസ്ഥനായ ഒരു ദൈവം, അവരുടെ അരികിലേക്ക് വരുന്നവനായ ദൈവം, ആ ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നു. നാം കർത്താവിനോടൊപ്പം ആയിരിക്കണം എന്ന് കർത്താവ് എല്ലാ സമയത്തും ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം, ആ കർത്താവിൻ്റെ സാമീപ്യം നാം എപ്പോഴും അനുഭവിക്കണം എന്ന് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ളവർക്ക് സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് അവർക്ക് സമീപസ്ഥനായി വരുന്നു. ഈ ഉന്നതനായ ദൈവം എല്ലാ സമയത്തും നമ്മെ സഹായിക്കുന്നവനാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ നാം കാണുന്നത് കർത്താവിൻ്റെ മഹത്വമാണ്. 145-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്തത്ര വലിയ മഹത്വധാരിയായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നവനും നമ്മുടെ അരികിലേക്ക് വരുന്നവനുമാണ്. നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സമീപസ്ഥനാണ്, നമ്മുടെ അരികിലുണ്ട്, തൊട്ടരികിലുണ്ട്. നാം കാണാതെ, നാം അറിയാതെ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്ന വലിയവനായ ദൈവത്തെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ നാം ബാധ്യസ്ഥരാണ്. ആ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ഇല്ലായ്മകളിലൊക്കെ നമ്മെ സഹായിക്കുന്ന കർത്താവാണ് ഈ വലിയവനായ ദൈവം. നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല നിരൂപണങ്ങളും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനാണ് ഈ ദൈവം. അവിടുന്ന് നമ്മെ കൈവിടാത്തവനാണ്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ കർത്താവിൻ്റെ അരികിലേക്ക് ആര് വരുന്നുവോ അവരെ കൈവിടാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഏത് സമയത്തും ഈ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദവും അവകാശവുമുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. ഈ സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. നോക്കുക, നമ്മുടെ നിലവിളി കേട്ട് നമ്മെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. പലപ്പോഴും നാം നിലവിളിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിവിധ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ നാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ഒരുപക്ഷെ നാം കരഞ്ഞെന്നിരിക്കാം. ആ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ദൈവവചനം പറയുകയാണ്, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നമ്മുടെ നിലവിളി കേട്ട് നമ്മെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. നാം ഇങ്ങനെയാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പലപ്പോഴും നാം ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഹൃദയനുറുക്കം അറിഞ്ഞവനായ ദൈവം നമ്മുടെ സങ്കടം അറിഞ്ഞ്, നമ്മുടെ വല്ലായ്മകൾ അറിഞ്ഞ്, നമ്മുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് എല്ലാ നിലയിലും നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ ദൈവം നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ സഹായിക്കുന്നു. നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നുവെങ്കിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നയോളം കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടു വന്നതായ സഹായങ്ങൾ, നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയതായ കൈത്താങ്ങലുകൾ എത്രമാത്രമുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. എത്രയോ പ്രാവശ്യം നാം കരഞ്ഞപ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പിയവനാണ് നമ്മുടെ കർത്താവ്. എത്രയോ പ്രാവശ്യം നമ്മുടെ ആവശ്യങ്ങളിൽ സ്വർഗീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ആ കരം നമ്മെ താങ്ങി നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആ സഹായങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്ന വലിയവനായ ദൈവം, ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അത് തീർച്ചയായും കർത്താവ് സാധ്യമാക്കി തരുന്നു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് നൽകുന്നത്. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനമായി ഒരു കണ്ടീഷനാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്താണ് ആ കണ്ടീഷൻ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകും. എന്താണ് ഈ സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് സത്യനമസ്കാരികൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ആരാണ് ഈ സത്യനമസ്കാരികൾ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതലുള്ളതായ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. സത്യനമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ആ മലയിലും ഈ മലയിലും അവിടെയും ഇവിടെയും ഒന്നും ദൈവത്തെ ആരാധിക്കുവാൻ പോകേണ്ടാത്തവർ, നമ്മെ അറിയാത്തതിൻ്റെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെ നമസ്കരിക്കുന്നവർ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവർ, അവരാണ് സത്യനമസ്കാരികൾ. ആ സത്യനമസ്കാരികൾ പിതാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ആ പിതാവിൻ്റെ അരികിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ. പിതാവാം ദൈവത്തെ സർവമഹത്വധാരിയായ, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗോന്നതികളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സർവ്വലോകത്തിൻ്റെയും പാപത്തെ ശിരസിന്മേൽ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷവാദം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പിതാവിൻ്റെ അരികിലേക്ക് ചെന്ന് ആ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് വാസ്തവത്തിൽ സത്യനമസ്കാരികൾ. അവർക്കാണ് കർത്താവിനെ സത്യമായി വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അവർക്ക് സമീപസ്ഥനാകുന്നു എന്നാണ് ദൈവവചനം നൽകുന്നതായ കണ്ടീഷൻ. ഇന്ന് രാവിലെ ആ ഒരു നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് സമീപസ്ഥനായ ആ കർത്താവിനോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അവിടുത്തെ മുൻപാകെ സ്തോത്രത്തോടെ അർപ്പിക്കുവാനും അവിടുത്തെ മഹത്വം നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് അവിടുത്തെ ആരാധിക്കുവാനും നമുക്കിടയായിത്തീരുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഇന്ന് രാവിലെ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നാം സത്യമായി വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്ന, നമ്മുടെ കഷ്ടതകളിൽ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ കണ്ണുനീരൊപ്പുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവിടുന്ന് എത്രയോ ഉന്നതനാണ്, സർവമഹത്വധാരിയാണ്, സർവത്തെയും ചമച്ചവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവവ്യാപിയായ സർവശക്തനായ അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാവിലെ കൃമികീടങ്ങളാകുന്ന അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ അനുവാദം നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ ഈ പദവിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സദാസമയവും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, ഏതൊരു സമയത്തും അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ളതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സുരക്ഷിതരായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ.
ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കുന്ന ദൈവം അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടുത്തെ വചനത്തിൻ്റെ ബലത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.